ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്ത് ചെയ്താലാണ് എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോക്ക് വ്യൂസ് കൂടുക, സബ്സ്ക്രൈബേഴ്സ് കൂടുക എന്നുള്ളത്. എന്നാൽ അതേ പ്രാധാന്യം അതല്ലെങ്കിൽ അതിനേക്കാൾ അധികം പ്രാധാന്യമുണ്ട് എന്ത് ചെയ്യാതിരുന്നാലാണ് എൻ്റെ യൂട്യൂബ് ചാനലിലെ വ്യൂസ് കൂടുക, സബ്സ്ക്രൈബേഴ്സ് കൂടുക എന്നുള്ളതല്ലേ. ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ചാനലുകൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ കൊണ്ട് വളരാതിരിക്കുന്നത്, റീച്ച് ആകാതിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയ ശേഷം ഒരുപാട് ചാനലുകൾ ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്, പല രീതിയിലുള്ള. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പല ചാനൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്നവരാണ്. പക്ഷെ അവരൊക്കെ ചെയ്യുന്ന കോമൺ ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് ഒരു മിസ്റ്റേക്ക് ആണെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. കാരണം അവര് യൂട്യൂബിൽ നോക്കി കാണുന്ന എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു മിസ്റ്റേക്ക് ആയിട്ട് അവർക്ക് തോന്നുന്നില്ല. നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു ചിന്താഗതിയാണല്ലോ അത്. ഒരു പ്രത്യേക ഫുഡ് എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചിട്ടും നല്ലതാണെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ മോശക്കാരാന്ന് വിചാരിക്കും. അതുപോലെ തന്നെ യൂട്യൂബിലുണ്ട്. എല്ലാവരും യൂട്യൂബിൽ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ ഇത് ഒരു മിസ്റ്റേക്ക് അല്ല, ഇത് ഇങ്ങനെ ചെയ്യുന്നത് യൂട്യൂബിൽ അലൗഡ് ആണ്, അതുകൊണ്ടാണല്ലോ എല്ലാവരും ചെയ്യുന്നത്, അപ്പൊ എനിക്കും ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഏറ്റവും കൂടുതൽ കമന്റ് വന്നിട്ടുള്ളത് സപ്പോർട്ട് ചോദിച്ചിട്ടായിരിക്കും. ഇപ്പൊ സബ് ഫോർ സബ് എന്നുള്ള വാക്ക് വളരെ കുറച്ച് പേരെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ അതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ വേർഡുകൾ കണ്ടെത്തിയിട്ട് യൂട്യൂബിന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള വാക്കുകൾ കണ്ടെത്തിയിട്ട് കമന്റ് ഇടുക, എന്നിട്ട് അതിന് താഴെ കമന്റ് ഇട്ടിട്ട് പരസ്പരം സബ് ചെയ്യുക. ചിലരൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, സബ് ഫോർ സബ് ചെയ്യുമ്പോൾ സ്പാം ആവാതിരിക്കാൻ എന്ത് ചെയ്യണം? 24 hours കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്, എന്നിട്ടും സ്പാം ആകുന്നുണ്ട്, എന്റെ സബ് കുറയുന്നുണ്ട്. അപ്പൊ ഇത് സ്പാം ആവാതിരിക്കാൻ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങളുടെ ഒരു ക്രിയേറ്ററുടെ ഒരു ചിന്ത പോകുന്നത് നോക്കൂ. അപ്പൊ ആ ഒരു 24 hours ഇവർ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ചാനൽ ഞാൻ ആരൊക്കെ സബ് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ എന്നെ സബ് ചെയ്തിട്ടുണ്ടോ, എന്റെ സബ് കൂടിയിട്ടുണ്ടോ, അത് കുറഞ്ഞോ, ഈ കാര്യത്തിലൊക്കെ വളരെ അലേർട്ടായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ്, ഒരു അടുത്ത കണ്ടന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇത് നിങ്ങൾ ആ സമയം മൊത്തം ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് മാറ്റി വെച്ചിട്ട് സബ് കൂട്ടാൻ ശ്രമിക്കുകയാണ്. അപ്പൊ സബ് കൂടുന്നു. ഇനിയിപ്പോ സ്പാം ആകാതെ നിങ്ങൾക്ക് സബ് കിട്ടി, പക്ഷെ നിങ്ങൾ പിറ്റേ ദിവസം ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിലേക്ക് നോട്ടിഫിക്കേഷൻ ചെന്നാൽ അവർ ആ വീഡിയോ കാണുമോ? ഇതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. ഇതേ സംഭവം ഞാൻ ക്യാഷ് കൊടുത്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് വാങ്ങരുത് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളിൽ പലരും ശരിയാണ്, കാരണം ക്യാഷ് കൊടുത്തിട്ട് സബ് വാങ്ങിക്കഴിഞ്ഞാൽ ക്യാഷും പോകും, മാത്രമല്ല അവർ നമ്മൾ പുഷ് ചെയ്ത് വാങ്ങിച്ച സബ്സ്ക്രൈബേഴ്സാണ്, അവർ നമ്മളെ വീഡിയോ കാണില്ല, കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തവരല്ല. അത് നിങ്ങൾ അംഗീകരിക്കും. എന്നാൽ ഞാൻ സബ് ഫോർ സബ് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ പലരും നെറ്റിച്ചു വിളിക്കും. കാരണം അപ്പൊ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരിക്കും. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? നിങ്ങൾ സബ് ഫോർ സബ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, ഈ വാക്ക് സബ് ഫോർ സബ് ഉപയോഗിക്കരുത്, അതിന് പകരം മറ്റൊരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും, അതല്ലെങ്കിൽ ഇത് സ്പാം ആവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനത്തെ ടിപ്സ് ആണ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിപ്പോ ഹാപ്പി ആയിരിക്കും. നിങ്ങളിൽ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, വളരെ കുറച്ച് പേരെങ്കിലും അതിൽ ഹാപ്പി ആയിരിക്കും. കാരണം ഞാനിത് പറയാൻ കാരണം അങ്ങനെയുള്ള കമന്റുകളാണ് നമ്മുടെ വീഡിയോക്ക് താഴെ വരുന്നത്. കുറച്ച് മുന്നേ എന്റെ കമന്റ് സെക്ഷൻ ഓഫാക്കിയിരുന്നു, യൂട്യൂബ് ഓഫാക്കിയിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മനഃപൂർവ്വം കമന്റ് ഡിസേബിൾ ആക്കിയതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അദ്ദേഹം എന്നോട് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊക്കെ കുറച്ച് സബ്സ്ക്രൈബ് കൗണ്ട് കൂടിയിരുന്നത് ഇതുപോലെയുള്ള വീഡിയോക്ക് താഴെ കമന്റ് ഇട്ടിട്ടായിരുന്നു, നിങ്ങളൊക്കെ അത് കമന്റ് സെക്ഷൻ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഞങ്ങളുടെ ചാനൽ റീച്ച് ആകാനാണ്? നിങ്ങളൊന്നും ഞങ്ങളോട് ഈ ഒരു ക്രൂരത ചെയ്യരുത് എന്നുള്ളത്. അപ്പൊ ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനല്ല ആ ഒരു കമന്റ് സെക്ഷൻ ഓഫാക്കിയത്, യൂട്യൂബാണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് സബ് വാങ്ങുന്നത് നിങ്ങളുടെ ചാനലിനോട് നിങ്ങൾ ചെയ്യുന്ന ക്രൂരതയാണ്, നിങ്ങളുടെ ചാനലിനോട് നിങ്ങളാണ് സ്വയം ക്രൂരത ചെയ്യുന്നത് എന്നുള്ളത്. എല്ലാവർക്കും അറിയാം യൂട്യൂബിൽ ഇത് ശരിയായ രീതിയല്ല എന്നുള്ളത്, അതുകൊണ്ട് തന്നെ യൂട്യൂബ് ഇത് സ്പാം ആക്കുന്നുണ്ട് എന്നുള്ളതും അറിയാം. അപ്പൊ നിങ്ങൾ നോക്കുന്നത് സ്പാം ആകുന്നത് എങ്ങനെ തടയാം എന്നുള്ളതാണ്. അപ്പോഴും ഓർഗാനിക് ആയിട്ട് എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്തത്? ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ നിങ്ങൾ നേടിയെടുത്ത്
പിന്നെ നിങ്ങൾ വാച്ച് ടൈം നേടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. പലരും പറയാറുണ്ട് 1000 സബ് തികഞ്ഞു, പക്ഷെ ഇതുവരെ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ആ ഒരു എയിം വെച്ച് മാത്രം വീഡിയോ ചെയ്യാതെ, നിങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ആയല്ലോ, പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു 500 സബ്സ്ക്രൈബേഴ്സ് ഓർഗാനിക് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിന് അതാണ് ബെറ്റർ. കാരണം ആ 500 സബും നിങ്ങൾക്ക് ഓർഗാനിക് ആയിട്ട് വന്നതാണ്, നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് വന്നവരാണ്. നിങ്ങളുടെ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് ഇഷ്ടപ്പെട്ട് വന്നവരാണ്. പക്ഷെ ബാക്കി 1000 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ സബ് ഫോർ സബ് വാങ്ങിച്ചവരാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ ആ കുക്കിംഗ് വീഡിയോ ഇടുമ്പോൾ അവർ ആ വീഡിയോ കാണുമോ? ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ഇവിടെ വാങ്ങുന്ന സബ്സ്ക്രൈബേഴ്സ് ആരുടേതാണ്? മറ്റൊരു ക്രിയേറ്ററാണ്. അയാളും ഒരു ക്രിയേറ്ററാണ്. അയാൾക്കറിയാം ഇതിപ്പോ നിങ്ങളുടെ ഒരു മൈൻഡ് വെച്ചിട്ട് തന്നെ നിങ്ങളുടെ അതേ മൈൻഡ് തന്നെ ആയിരിക്കും അയാളുടേത്. ഇനി നിങ്ങൾ വളരെ ജെനുവിനാണ്, ഞാൻ അവരുടെ എല്ലാ വീഡിയോയും കാണുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ അയാൾ കാണും എന്നുള്ളത് എന്താണ് ഉറപ്പ്? അത് എത്ര ദിവസം കാണും? എത്ര വീഡിയോ ഒക്കെ കാണും? എനിക്ക് ഉറപ്പുണ്ട് 100% അവർ നിങ്ങളുടെ വീഡിയോസ് താല്പര്യത്തോടു കൂടി കാണില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ചെയ്യുന്ന ആദ്യത്തെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്നുള്ളത് ഈ സബ് ഫോർ സബ് വാങ്ങിക്കലാണ്. കാരണം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങളുടെ പ്രൈമറി ഓഡിയൻസിന്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇനി എത്ര നല്ല വീഡിയോസ് ഇട്ടാലും ഇവരിലേക്കാണ് നോട്ടിഫിക്കേഷൻ പോകുന്നത് എങ്കിൽ ഇവരത് കാണില്ല എങ്കിൽ നിങ്ങളുടെ വീഡിയോ ഡൗൺ ചെയ്യും. യൂട്യൂബിൽ എന്ന് പറയുന്നത് ഒരു സെക്കൻഡുകൾക്കുള്ളിൽ അത്രയും വീഡിയോസ് അപ്ലോഡ് ആകുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വീഡിയോ അതിലേക്ക് യൂട്യൂബ് അടുത്ത ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നിലവിൽ എത്ര ആളുകൾ ക്ലിക്ക് ചെയ്തു, എത്ര ആളുകൾ എത്ര സമയം കണ്ടു എന്ന് നോക്കിയിട്ടാണ്. നിങ്ങൾ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും ഇങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങളുടെ ചാനലിൽ ഉള്ളത് എങ്കിൽ അവരൊന്നും ക്ലിക്ക് ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ ചാനൽ ഒരിക്കലും റീച്ച് ആകുന്നതല്ല, അല്ലെങ്കിൽ ആ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ആകുന്നതല്ല. അപ്പൊ ഈ ഒരു അൽഗോരിതം മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഈ യൂട്യൂബിൽ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് സബ് വാങ്ങുന്നത് അവിടെ ക്യാഷും നഷ്ടപ്പെടുന്നുണ്ട്, ചാനലും ഇതുപോലെ അപകടത്തിലാവുന്നുണ്ട്. പക്ഷെ ക്യാഷ് ചെലവാക്കാതെ ഈ രീതിയും പരീക്ഷിച്ചു നോക്കുമ്പോഴും അതേ എഫക്റ്റ് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ക്യാഷ് നഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആണ്. നിങ്ങളൊരു കോമൺ ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ വീഡിയോസ് റെഗുലർ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ രീതിയിലുള്ള കമന്റുകൾ ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. അപ്പൊ പിന്നെ എങ്ങനെ ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരും, എന്റെ ചാനലിൽ എങ്ങനെ റീച്ച് കൂട്ടാം, അത് അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. അത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വരാനുള്ള എല്ലാ ഓപ്ഷൻസും യൂട്യൂബിൽ തന്നെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യൂസ് വരെ ഒരു ന്യൂ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വ്യൂസ് വരണം, എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് വരണം എന്നുള്ളതിന്റെ എല്ലാ സംഭവം യൂട്യൂബ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതില് നിങ്ങൾ എന്താ പറയാ മായം കലർത്തുകയാണ്. അതായത് നിങ്ങളുടെ നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സ് മൊത്തം ഇങ്ങനെയായി നിങ്ങൾ ഇതിലേക്ക് മായം ചേർത്ത് കഴിഞ്ഞാൽ യൂട്യൂബിന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ എപ്പോഴും യൂട്യൂബിനെ കുറ്റപ്പെടുത്തി പറയാറുണ്ടല്ലോ, യൂട്യൂബ് നമ്മുടെ സബ്സ്ക്രൈബ് കൗണ്ട് മൈനസ് ആക്കുന്നു, ഈ ഒരു സബ് ഫോർ സബ് സ്പാം ആക്കുന്നു എന്നുള്ളതൊക്കെ. സത്യത്തിൽ ഇത് യൂട്യൂബ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ്. യൂട്യൂബ് ആ ഒരു ഫിൽറ്ററിങ് നടത്തുന്നത് നിങ്ങളുടെ ചാനലിന് നല്ലതാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഇതിന്റെ പകരം വേറൊരു സബ് ഫോർ സബിന് വേറൊരു വാക്ക് കണ്ടെത്തിയിട്ട് അതല്ലെങ്കിൽ ഇതുപോലെ ഫേക്ക് ആയിട്ട് സബ്സ്ക്രൈബേഴ്സിന് ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. ഇതുപോലെയുള്ള വീഡിയോക്ക് താഴെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾ ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്റെ വീഡിയോക്ക് ഇങ്ങനെ കമന്റ് ഇടുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷെ എന്റെ ഒരു ആഗ്രഹം നിങ്ങളൊക്കെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ മുന്നോട്ട് പലരും പറയാറുണ്ട്, ഇനിയിപ്പൊ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോക്ക് താഴെ തന്നെ ഞാൻ ചാനൽ നിർത്താൻ ഉദ്ദേശിക്കുകയായിരുന്നു, അപ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ടത്, മോട്ടിവേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യരുത് എന്ന് ഞാൻ പറയാൻ കാരണം, ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് ഇനി ഞാൻ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. ഇതുപോലെ സബ് ഫോർ സബ് മാക്സിമം ചെയ്യാതിരിക്കുക, ഈ ഗ്രൂപ്പുകളിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സബ് വാങ്ങിച്ച് അത് ചെയ്യാതിരിക്കുക, ക്യാഷ് കൊടുത്തിട്ട് ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാതിരുന്നാൽ തന്നെ നിങ്ങളുടെ ചാനലിലെ സബ്സ്ക്രൈബ് കൗണ്ട് കുറവാണെങ്കിൽ പോലും ആ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ ഇഷ്ടപ്പെട്ടു വന്നവരായിരിക്കും. സ്വാഭാവികമായിരിക്കും അവർക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കൂടുതൽ ആളുകളിലേക്ക് റീച്ചിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ യൂട്യൂബിൽ മുന്നോട്ട് പോവുക. ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ന്യൂ യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട കൂടുതൽ ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. മാത്രമല്ല നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു യൂട്യൂബ്
യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.